Hello everyone, welcome to Jupiter Class 7. It's me and Nafi. എല്ലാവർക്കും മക്കളെ Jupiter ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നഫി. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്. ഇതിൽ നിങ്ങൾ 100% ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. 100% ഉറപ്പായിട്ട് ഈ ഒരു ടോപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത് 100% ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ഈ 9ാമത്തെ ചാപ്റ്ററിൽ 100% ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ ടോപ്പിക്ക് നമ്മൾ നോക്കാം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാപ്റ്ററിൽ എത്ര ടോപ്പിക്ക് പഠിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഏതാണ് ആ ടോപ്പിക് എന്ന്. യെസ്, ആ ടോപ്പിക് ആണ് എന്ത്, ഇതല്ല ഇത് ഏത് കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് സയൻസ്, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും അടയാളങ്ങളും. നമ്മുടെ ഈ മാപ്പുകളിൽ നമ്മൾ ഓരോ സാധനത്തെയും കാണിക്കാൻ ഓരോരോ കളർ യൂസ് ചെയ്യും ആൻഡ് ഓരോരോ സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങൾ ഉപയോഗിക്കും. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. ഗ്രീൻ അഥവാ പച്ച നിറം നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, നാച്ചുറൽ വെജിറ്റേഷൻ അഥവാ നൈസർഗിക സസ്യജാലങ്ങളെ കാണിക്കാനാണ്. യെല്ലോ അഥവാ മഞ്ഞ നിറം നമ്മൾ എന്തിനു ഉപയോഗിക്കുക, അഗ്രികൾച്ചർ ലാൻഡ് അഥവാ കൃഷിയിടങ്ങളെ കാണിക്കാനാണ്. റെഡ് അഥവാ ചുവപ്പ് നിറം നമ്മൾ എന്തിനു ഉപയോഗിക്കുക, എന്താണ് ഹാബിറ്റാറ്റ്സിൽ, അതായത് ആളുകളുടെ വാസസ്ഥലം റോഡുകളും കാണിക്കാനാണ്. ബ്ലാക്ക് അഥവാ കറുപ്പ് നിറം എന്തിനു ഉപയോഗിക്കുക, റെയിൽവേ ലൈനിൽ ലാറ്റിറ്റ്യൂഡ് തീവണ്ടിപ്പാത അക്ഷാംശ രേഖകൾ എന്നിവ കാണിക്കാനാണ്. ബ്ലൂ അഥവാ നീല നിറം നമ്മൾ എന്തിനു ഉപയോഗിക്കുക, വാട്ടർ ബോഡീസ് അഥവാ ജലാശയങ്ങളെ കാണിക്കാനാണ്. ബ്രൗൺ അഥവാ തവിട്ട് നിറം നമ്മൾ എന്തിനു ഉപയോഗിക്കുക, റോക്കി സർഫസ് അല്ലെ പാറക്കൂട്ടങ്ങളും മണൽക്കൂനകളും കുന്നുകളും കാണിക്കാനാണ്. അപ്പോൾ ഈ കൺവെൻഷണൽ സയൻസ് ആൻഡ് കളേഴ്സ്, ഈ നിറങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണേ. ഇതേപോലെ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് എന്ത്, ചിഹ്നങ്ങൾ. ഈ ഒരു ചിഹ്നം എന്തിന്റെ ചിഹ്നമാണ്, ടാർഡ് റോഡ് അഥവാ ടാറിട്ട റോഡിന്റെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാണ്, റെയിൽവേ ലൈൻ അഥവാ തീവണ്ടിപ്പാതയുടെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാ, സ്ട്രീം അഥവാ അരുവിയുടെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാ, റിവർ അഥവാ നദിയുടെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാ, ടെമ്പിൾ അഥവാ ക്ഷേത്രത്തിന്റെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാ, മോസ്ക് അഥവാ മുസ്ലിംകളുടെ ചിഹ്നമാണ്. ഇതെന്തിന്റെ ചിഹ്നമാ, ചേർച്ച് അഥവാ ക്രിസ്ത്യൻ പള്ളിയുടെ ചിഹ്നമാണ്. ഇതെന്താണ്, ഹാബിറ്റാറ്റ്സ് അഥവാ പാർപ്പിടങ്ങളാണ്. ഇത് പോസ്റ്റ് ഓഫീസ് അഥവാ പോസ്റ്റ് ഓഫീസാണ്. ഇത് വെൽ അഥവാ കിണറാണ്. ഇതെന്താ, PS എന്ന് പറഞ്ഞാൽ എന്താ, പോലീസ് സ്റ്റേഷനാണ്. ഇത് ഫോർട്ട് കേട്ടോ, കോട്ടയുടെ ചിഹ്നം. ബ്രിഡ്ജ് പാലത്തിന്റെ ചിഹ്നം. പോണ്ട് കുളത്തിന്റെ ചിഹ്നം. ട്യൂബെൽ കുഴൽക്കിണറിന്റെ ചിഹ്നം. സെമിത്തേരി ശ്മശാനത്തിന്റെ ചിഹ്നം, ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ശവം അടക്കുന്ന ശ്മശാനത്തിന്റെ ചിഹ്നം. അപ്പോൾ ഈ ചിഹ്നങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ചിഹ്നങ്ങൾ പഠിക്കാതെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. സിമ്പിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്ത് ചെയ്യും, 100% ചോദിക്കുന്ന ഉറപ്പാണ്. പിന്നെ ചിലപ്പോൾ എക്സാമിന് എന്ത്, ഈ ഡയറക്ഷൻസ് അല്ലെ, ചിഹ്നങ്ങളും കൺവെൻഷൻ കളേഴ്സ് ആൻഡ് സയൻസ് അല്ലെ, ചിഹ്നങ്ങളും നിറങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഇനി ഈ ഡയറക്ഷൻസ് ആണ്. ഇങ്ങനെ നേരെ മുകളിലേക്കാണ് നോർത്ത് വടക്കാണ്, ഇത് സൗത്ത് തെക്കാണ്, ഈസ്റ്റ് കിഴക്കാണ്, വെസ്റ്റ് പടിഞ്ഞാറാണ്, നോർത്ത് ഈസ്റ്റ് വടക്ക് പടിഞ്ഞാറാണ്, സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കാണ്, സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കാണ്, നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറാണ്, സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറാണ്. ഈ ഡയറക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കൂടി തരാം. ഇത് ഹോംവർക്ക് ഇല്ല അല്ലേ, ഹോംവർക്ക് ഞാൻ മറ്റേതിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ പഠിച്ചു വെക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇത് 100% ഉറപ്പാണ് ചോദിക്കുന്നത്. ഇത് എന്തായാലും പഠിച്ചിട്ട് പോയിക്കോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.